അസ്സലാമു അലൈക്കും. അപ്പം എന്തെല്ലാം നിങ്ങളെ നോമ്പിൻ്റെ വിശേഷമെല്ലാം എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള 3 ലൈം സർബത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള 3 ലൈം സർബത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ 3ൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് വേഗം ഒന്ന് പോയി നോക്കിയാലോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നുള്ളത് വത്തക്കൻ്റെ ലൈം സർബത്താണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കിയെങ്കിലാ ഇതുണ്ടാക്കാൻ എന്ത് പണിയില്ലാവോ. അപ്പോൾ നമ്മളൊരു കണക്കിന് ഒരു ഏകദേശ കണക്കിന് ഞാൻ 2 ഗ്ലാസ്സിന് എടുക്കുന്നതുകൊണ്ട് ഇത്ര വത്തക്കയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെറുങ്ങനായിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണ് കസ്കസ് ഓൾറെഡി കുതിർത്ത് വെച്ചിട്ടുണ്ടായിന് അതിട്ട് കൊടുത്ത്, പിന്നെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച്, പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ചെറുപുളി ഫുള്ളായിട്ട് ചെറുനാരങ്ങ ഇതിലേക്ക് ഇതാക്കി കൊടുക്കണം. പിന്നെ ഒന്ന് ഞാൻ പറയട്ടെ, പണ്ടത്തെ ആൾക്കാരല്ലേ ഇല്ലേ ഇങ്ങനെ ഞൗണ്ടിയിട്ട്, അതായത് ഞെരടിയിട്ടാണ് ഈ സർബത്ത് ഉണ്ടായിക്കൊണ്ടുണ്ടായിന്. അപ്പോൾ അതിന് നല്ല ടേസ്റ്റും ഉണ്ടായിന്. ഇതെന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ ഈ നോമ്പിന് വേണ്ടിയിട്ട് കുറേ പഞ്ചസാര ഒന്നാകെ പൊടിച്ച് വെച്ചിട്ടാണ് ഉള്ളത്. എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ പഞ്ചസാര കലക്കാൻ ഭയങ്കര പാടാണ് ഇതുപോലത്തെ നമ്മൾ സർബത്ത് ലൈം സോഡ ഒക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പം അതിന് ഏറ്റവും നല്ലത് അതാണ്. പിന്നെ ഞാനെന്ന് വെച്ചാൽ സ്പൂണിൽ ഫുള്ള് ബത്തക്കനെ ഇങ്ങനെ ഇട്ട് ക്രഷ് ചെയ്തതാണ്. ഞണ്ടിയാൽ നല്ലപോലെ ആയി കിട്ടും കേട്ടോ. നമ്മൾ ഫസ്റ്റ് അടിപൊളി സർബത്ത് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള സർബത്താണ് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത സർബത്ത് എന്താണെന്ന് നോക്കിയെങ്കിൽ ഇത് ഞങ്ങളെ കാസർഗോഡുകാരുടെ സ്വന്തം കാസ്കസ് കായും ഞൗണ്ടിയ സർബത്താണിത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഞൗണ്ടിയിട്ട് തന്നെയായിട്ട് ഉണ്ടാക്കേണ്ടത്. എന്നാൽ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറുനാരങ്ങ മൊത്തത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പഞ്ചസാര ആസ് യൂഷ്വൽ ഒരു 4-5 സ്പൂണോളം പഞ്ചസാര, ടേബിൾ സ്പൂണോളം പഞ്ചസാര വേണം കേട്ടോ. അപ്പോൾ ഇതും പഞ്ചസാര ഞാൻ പറഞ്ഞില്ല, നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ പൊടിച്ച് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേഗം നമുക്ക് സർബത്ത് ഉണ്ടാക്കി കഴിയും. അപ്പോൾ 2 ചെറിയ പഴം, അതായത് നമ്മൾ കദളിപ്പഴം ചെറുത് നന്നായി അതിന് ഉടച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം കസ്കസ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇത് കസ്കസിൻ്റെ തന്നെ സർബത്ത് കേട്ടോ. എന്നിട്ട് ഈരും അത് തന്നെ, പണ്ടെല്ലാം ആൾക്കാർ അതിന് ഫുൾ ഇങ്ങനെ ഞൗണ്ടലാണ് കായിനെ. ആ ഞൗണ്ടിയിട്ടാകുമ്പോൾ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞൗണ്ടിയ സർബത്ത്. കണ്ടില്ലേ? അപ്പം ഇതുപോലെ ഉണ്ടാവും, നല്ല സൂപ്പറായിട്ടുള്ള സർബത്ത്. ഇത് നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ഈ നോമ്പിന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എനിക്ക് പറയണം ഇത് എങ്ങനെയുണ്ടെന്നുള്ളത്. 3ാമത്തെന്ന് വെച്ചാൽ ക്യാരറ്റ് ലൈം സർബത്താണ്. അപ്പോൾ ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള സർബത്താട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് നമ്മൾ ഫസ്റ്റ് ജ്യൂസാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ക്യാരറ്റ് ജ്യൂസാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ജ്യൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ. കണ്ടില്ലേ? ഇങ്ങനെ ജ്യൂസാക്കിയിട്ട് എടുത്തിട്ടായിട്ട് ഒരു അരപ്പയിൽ ഇത് ഫുള്ളായിട്ട് ഒന്ന് അരച്ചു കൊടുക്കണം. കാരണം ഇല്ലെങ്കിൽ ആ നാര് കുത്തുമ്പോൾ ടേസ്റ്റ് ഉണ്ടായില്ല. ഇതിലേക്ക് ഒരു 1.5 ചെറുനാരങ്ങ, അതായത് ഒരു ഫുള്ള് ചെറുനാരങ്ങയും പിന്നെ ഒരു ഹാഫ് ആ ഒരു മുറിയും കൂടി നമുക്ക് ചെറുനാരങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല ടേസ്റ്റിന് കേട്ടോ, നല്ല ഹെൽത്തിയാണ്, നല്ല റിഫ്രഷിംഗ് ആണ് ഈ 3 സർബത്തും. പിന്നെ എന്നിട്ട് അതിലേക്ക് നമ്മൾ ആസ് യൂഷ്വൽ നമ്മളെന്താ സർബത്തിലേക്ക് സാധാരണ ആഡ് ചെയ്യുന്ന അതേ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യുന്നത്, നേരത്തെ പോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കസ്കസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എൻ്റെ മോളെ ഈ ഒരു സർബത്തിനൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, നീ എന്ത് പറഞ്ഞാലും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് നമ്മളെ കാസർഗോഡുകാരുടെ കായ് ഞൗണ്ടിയ സർബത്ത് തന്നെ കേട്ടോ. അതിനെ അടുപ്പിക്കാനും ഒരു ലൈം സർബത്തും എത്തിയില്ല. അപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ ഈ 3 വെറൈറ്റി ലൈം സർബത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ നശ്വാന സൈനിങ് ഓഫ്. ബൈ. അസ്സലാമു അലൈക്കും.